ലിപ്പിനകത്തുള്ള പിഗ്മെന്റേഷൻ പലരുടെ ഒരു പ്രശ്നമാണ്. അപ്പം ലിപ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ അതിന്റെ കോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലിപ് പിഗ്മെന്റേഷൻ വരുന്നത്? ലൈഫ് സ്റ്റൈലിന്റെ റീസൺ ആയിട്ട് സ്മോക്കിംഗ് ആണോ, അല്ലെങ്കിൽ ജനറ്റിക് ഹിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സിന്റെ കാരണമാണോ, പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് നമ്മൾ ലിപ് പിഗ്മെന്റേഷന് വേണ്ടി ചെയ്യാം എന്നുള്ളതാണ്. ലിപ് പിഗ്മെന്റേഷന് നമ്മൾ ബേസ് ലൈൻ നിങ്ങളുടെ ന്യൂട്രീഷണൽ കറക്ഷൻ മുതൽ നമുക്ക് പ്രൊസീജിയേഴ്സ് ആയിട്ട് ലിപ്പിനകത്ത് ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ട് ലിപ് സ്കിൻ ബൂസ്റ്റേഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ലിപ്പിനകത്ത് ലേസർ ടോണിങ് ചെയ്യാം, ലിപ്പിനകത്ത് കെമിക്കൽ പീലിംഗ്സ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതും നമുക്ക് ചെയ്യാം. അല്ല ലിപ് കോണ്ടോറിംഗ് ആണെങ്കിൽ നമുക്ക് ലിപ് ഫില്ലർ എന്ന് പറഞ്ഞിട്ട് പ്രൊസീജിയർ ഉണ്ട്. നിങ്ങളുടെ ലിപ്പിനെ കുറച്ചും കൂടെ കോണ്ടോർ ചെയ്ത് വോളിമൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ടും ഈവൻ പിഗ്മെന്റേഷൻ വരെ ഒരു ഷെയ്ഡൊക്കെ ഡിഫറൻസ് ഈവൻ ലിപ് ഫില്ലറിൽ തന്നെയും വരും. പിന്നെ ഏറ്റവും ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള പലർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതാണ് ലിപ് മൈക്രോ പിഗ്മെന്റേഷൻ പ്രൊസീജിയർ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഫ്രീക്വന്റ് ആയിട്ടും ലിപ് മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ലിപ് മൈക്രോ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളുടെ പിഗ്മെന്റേഷൻ പാർട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കളറാണ് ലിപ്പിൽ വേണ്ടത് ആ രീതിയിലുള്ള ഒരു പിഗ്മെന്റ് മൾട്ടിപ്പിൾ സിറ്റിംഗിലൂടെ നിങ്ങൾക്ക് ലിപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. വൺ സിറ്റിംഗ് അല്ല കേട്ടോ. അപ്പം അതിനും ഒരു മെയിൻ്റനൻസ് സെക്ഷൻ വേണം. ഓൾമോസ്റ്റ് ഒരു 1 year വരെ ഡ്യൂറബിലിറ്റി കിട്ടും. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് ഡു കൺസൾട്ട് us. താങ്ക് യു.